കൂട്ടുകാരെ, സ്കൈ ബേബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൈ ബേബി ഇല്ലാതെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സ്കൈ ബേബി ഇല്ലാന്നല്ല, ഇതിന്റെ എൻഡിലേക്കാണ് സ്കൈ ബേബിനെ ഞാൻ കാണിക്കുക. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് ഞാൻ ഉടുപ്പ് തയ്ക്കാൻ പോവുകയാണ്. ഉടുപ്പല്ല, നമ്മുടെ ഓണാണ് വരുന്നത്. ഓണത്തിന് ഓണക്കോടി ഞാൻ തയ്ച്ച് കൊടുത്തിട്ട് അവൾ ഇരുന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ബ്ലൗസിൻ്റെ പീസാണിത്. അപ്പം എല്ലാം വെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്കിന്ന് അടിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഇട്ട് കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. മെല്ലെ മെല്ലെയാണ് തയ്ക്കുള്ളൂ. കാരണം നടുവിന് എനിക്ക് കുറച്ച് പ്രശ്നമുള്ളത് കാരണം ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ബ്ലൗസൊക്കെ വേഗം കുഞ്ഞല്ലേ, അപ്പോൾ വേഗം തയ്ച്ച് തീരും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ തയ്ക്കുക എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ തയ്ച്ചിട്ട് അതൊരാൾക്ക് നല്ല രീതിയിൽ കാണുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ പീസ് വരുന്നത്. ബ്ലൗസ് വീക്കഴുത്തായിട്ടൊക്കെയാണ് ഞാൻ തയ്ക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ബ്ലൗസിൻ്റെ പീസ് കേട്ടോ. അപ്പം ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാട്ടെ. ഇനി ഞാൻ തയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ ബ്ലൗസാണ്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു പാവാട തയ്ക്കാമെന്ന്. കാരണം എപ്പോഴും ഉടുപ്പ് മാത്രമാണ് ഞാനിപ്പോൾ തയ്ച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാവാടയും ബ്ലൗസും തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പയറ്റി നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രാർത്ഥിച്ചേഹിരായിട്ട്. അപ്പോൾ നമുക്ക് റോസ് നൂലാട്ടോ വേണ്ടത്. ഇന്ന് മൊത്തം തയ്ക്കലാണ്. തയ്ച്ച് സെറ്റാകും വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തയ്ക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. നന്നാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇതിൻ്റെ എൻഡിലാണ് ട്വിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കോലൊന്നും നോക്കണ്ട. ഞാനിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഇച്ചേൻ്റെ അടുത്ത് ആക്കിയിട്ട് ആ ഒരു ടൈമിലൊക്കെയാണ് തയ്ക്കുന്നത്. എനിക്ക് കിട്ടുന്ന ടൈമിലാണ് ഞാൻ അയക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുങ്ങാൻ അതിനൊന്നും പോയിട്ടില്ല. അപ്പം ഉള്ള ടൈമിൽ ഞാൻ തയ്ക്കാൻ നോക്കട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം നമുക്ക് നൂല് സെറ്റാക്കണം. നൂല് ഇതിൻ്റെ ബോബിനിലേക്ക് നിറച്ച് വെക്കണം കേട്ടോ. അപ്പം അതിനുള്ള സാധനമൊക്കെ കണ്ടുപിടിക്കട്ടെ. ബോബൻ എന്നല്ലല്ലോ ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് ബോബൻ എന്നല്ലല്ലോ, ബോബിൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പേരിലൊന്നൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ അറിയാന്നുള്ളത് മാത്രമാണ്. അറിയും പോലെയൊക്കെ അങ്ങ് ചെയ്യാം. നമ്മള് ലാസ്റ്റ് നിർത്തിയത് ഞാൻ തയ്ക്കാൻ തുടങ്ങിയതാണ്. തയ്ക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തയ്ക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണൊക്കെ എഴുതി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ തൂത്തുട്ടോ. അതിൻ്റെയാണ് ഇവിടെയൊക്കെ കണ്ടോ പരങ്ങിയിരിക്കുന്നത്. അതാണ് ഇനി സെറ്റാക്കണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞു. പാവാടി ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ഓണം സ്പെഷ്യൽ, സാമ്പുവിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? അപ്പോൾ ഇതാ ഞാൻ തയ്ച്ച കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചെടുത്ത കൂട്ടുകാർക്ക് ഞാൻ അമ്മ തയ്ച്ച ഉടുപ്പ് കേട്ടോ കൂട്ടുകാരെ. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. കേട്ടോ, രണ്ട് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അത് പിടിച്ച് അവള് വലിക്കൂന്നേ, കാണിക്കണ്ടേ. ഇനി അങ്ങോട്ട് നിൽക്കാം, അമ്മ ഒരു ഫോട്ടോ എടുക്കണം. ഇനി ഫോട്ടോ ഒക്കെ എടുക്കണം കുറച്ച്. അപ്പൊ ഞാൻ ആദ്യം സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഞാൻ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആണോ? പിന്നെ ചെയ്യാനാ സ്റ്റൈലല്ലേ ഇപ്പൊ. അയ്യോ, ഇതിന്റെ സറ്റ് കാണുന്നില്ല. ഇങ്ങനെ പിടിക്കാം അല്ലേ. കുറച്ച് ഫോട്ടോ എടുത്തോട്ടെ. കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കൂട്ടുകാരെ, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുന്നത് ഉറക്കം വന്നിട്ടിരിക്കുന്ന നോക്ക്. ഓണായത് കാരണം എല്ലാ കുട്ടികളും നോക്കും ഓണത്തിന്റെ ഓണക്കോടിയൊക്കെ ഇട്ട് നടക്കുവാണ് കേട്ടോ. അപ്പൊ ഞാനും ഓണക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സാമ്പോയിന്റെ ഓണക്കോടി എങ്ങനെയുണ്ട്? ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയത്. ഞാൻ മാറിയിട്ടില്ല, കുഞ്ഞിപ്പെണ്ണ് മാറി. കുഞ്ഞിപ്പെണ്ണുണ്ട് ഉമ്മനെ ഇരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം വന്നിട്ടാണ് കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹാപ്പി ഓണം ആയിട്ടുണ്ട് കൂട്ടുകാരെ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അവർക്ക് ഉറക്കം വന്നിട്ട് വൈകിട്ട് കൂട്ടുകാരെ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.